നമസ്കാരം, ഞാൻ ബിനിൽ ചാക്കോച്ചൻ. ആദ്യമേ തന്നെ എല്ലാവർക്കും ലോക ഫിസിയോതെറാപ്പി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനത്തിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് സ്ട്രോക്ക്. എന്താ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറയുന്നത് കോശങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്ന ഒരവസ്ഥ. ഇത് കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ അപര്യാപ്തത ഉണ്ടാക്കുകയും ആ കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇത് മസ്തിഷ്കത്തിൽ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? തലച്ചോറിൻ്റെ വലതുഭാഗത്ത്, മസ്തിഷ്ക ഭാഗത്ത്, അതായത് റൈറ്റ് ഹെമിസ്ഫിയറിൽ ആണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ ഇത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ ഇടത് വശത്തെ തലച്ചോറിൻ്റെ ഹെമിസ്ഫിയറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് വലതുവശത്തെ കൈകളുടെയും കാലുകളുടെയും പ്രവർത്തനങ്ങളെയും എല്ലാം വളരെ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ ഇത് കൈകളുടെയും കാലുകളുടെയും പ്രവർത്തനങ്ങളെ മാത്രമല്ല, ചില വ്യക്തികളിൽ സംസാരത്തെയും ബാധിക്കാം. ഇത് എങ്ങനെ ആണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതശൈലി കൊണ്ട് സംഭവിക്കാം. വ്യായാമങ്ങളുടെ കുറവ് എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങളുടെ കുറവ്. നമ്മൾ ഈയിടെ കുറേ കേട്ടുവരുന്ന കാര്യങ്ങളാണ്. വളരെ പ്രായം കുറഞ്ഞതും ആരോഗ്യമുള്ള അനേകം ആളുകൾ ജിമ്മിൽ വ്യായാമം ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടല്ല ശരിക്കും സംഭവിക്കുന്നത്. എക്സസൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത. കാരണം ജിമ്മിൽ നമ്മൾ എപ്പോഴും ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് മിക്കവരും ചെയ്യുന്നത്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹെവി ബോഡി ബിൽഡിംഗ് ഉണ്ടാക്കാനായി ശ്രമിക്കുമ്പോൾ എന്താണ്, മസിലിൻ്റെ ഒരു കൺട്രാക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള അതിനെ നിലനിൽക്കാനുള്ള ഒരു ലെവലുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരു പ്രധാന കാര്യം എല്ലാവരും മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് വാൽസാൽവ മാനുവർ. അതായത് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇത് വളരെ അനിവാര്യമാണ്. നമ്മൾ നന്നായി തന്നെ ശ്വാസം എടുക്കുകയും പുറത്തോട്ട് തള്ളിക്കളയുകയും ചെയ്യണം. മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക, വായോട് ഊതിക്കളയുക. ഇങ്ങനെയാണ് നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ കാലുകളുടെ പേശികൾക്ക് ബലമില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ കൈകൊണ്ട് വലിയൊരു ഭാരം ഉയർത്താൻ ശ്രമിക്കരുത്. നമ്മുടെ ശാരീരികക്ഷമത അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഒരു ഭാരം തിരഞ്ഞെടുക്കേണ്ടത്. അതുമല്ലാതെ ഈ വാൽസാൽവ മാനുവർ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയൊരു ഭാരം, നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വീട്ടിൽ ഗ്യാസ് കുറ്റി വരും. അപ്പോൾ നമ്മൾ പിടിയുന്ന ഗ്യാസ് കുറ്റി എടുത്ത് പൊക്കാൻ അതിനോട് ബലം നമ്മുടെ കൈക്ക് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നത്. ഈ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവരുടെ BP സഡനായിട്ട് താന്നു പോയതിന് ശേഷം പിടിന്ന് ഉയരുന്നതിനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രക്തസമ്മർദ്ദം ക്രമാതീതമായി പെട്ടെന്ന് കുറയുകയും സഡനായിട്ട് പെട്ടെന്ന് തന്നെ രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ഹൈ BP ഉണ്ടാക്കുന്നതും. ഇത് എന്താണ് ശരീരത്തിൽ വരുത്തുന്ന വ്യതിയാനം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പൾമണറി എംബോളിസത്തിനൊരു സാധ്യതയുണ്ട് ഇതിൽ.
നമ്മൾ വ്യായാമങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ഒക്കെ നമ്മുടെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ കൊഴുപ്പ്, അല്ലെങ്കിൽ എംപോളൈസ്ഡ് ക്ലോട്ട്, ഇത് എവിടെ പോയാണ് ചേരുന്നത് എന്നെ ആസ്പദമാക്കിയിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവാൻ ഉള്ള ഒരു ശാരീരിക പ്രശ്നം എന്താണ്. ഇത് ഹൃദയത്തിലാണ് വന്ന് പെടുന്നതെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നം, ഹൃദയാഘാതം ഉണ്ടാകാം. ഇത് തലച്ചോറിലാണ് രൂപപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു സ്ട്രോക്ക് ഉണ്ടാവാം. ഇത് ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് രോഗിയെ നയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് എടുത്ത് ഉയർത്തുകയും പിടിയിൽ വെയിറ്റ് താഴെ വയ്ക്കുന്ന സാഹചര്യത്തിലായിരിക്കും പിടിയിൽ കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുക. ഇത് അനുഭവവേദ്യമായിട്ടുള്ള അനേകം ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ഭാരം ഉയർത്തുമ്പോൾ ഒരിക്കലും ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാതെ ശ്വാസം എടുത്ത് വിടുക. ഒപ്പം തന്നെ ഭാരത്തെ നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അത് ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ അത് നട്ടെല്ലിനെയും ബാധിക്കാം. ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ നടുവേദനയുമായി ബന്ധപ്പെട്ടുള്ള അനേകം പ്രശ്നങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലൂടെ മാത്രം അനേക രോഗികൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു വാസ്തവമാണ്. അതുപോലെയുള്ള മരുന്നുകളും ശസ്ത്രക്രിയകളും ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ സർജറികൾ ഇല്ലാതെ തന്നെ മാറ്റാൻ സാധിക്കുന്നതുണ്ട്. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ തരംതിരിക്കുന്നത്. എങ്കിലും ഭൂരിഭാഗം റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസും നമുക്ക് സർജറി ഇല്ലാതെ തന്നെ വ്യായാമങ്ങളിലൂടെ അത് പുനരുദ്ധീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായി മുറിവുണ്ടാകുന്ന പേശികളെ നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. അധികം മുറിവുകളില്ലാതെ തന്നെ ഉള്ള വ്യക്തികളിൽ, ഉദാഹരണത്തിന് വീഴ്ചയെ തുടർന്ന് കൈകൾ ഉയർത്താൻ പറ്റാത്തൊരു രോഗി, നമ്മൾ അത് MRI സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അവരുടെ കൈകളിലെ പേശികൾക്ക് മുറിവുകൾ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും രോഗിക്ക് ഉണ്ടായ ആ വലിയ വീഴ്ചയുടെ ആഘാത നിമിത്തം രോഗി കൈ ഉയർത്താൻ സാധിക്കുന്നില്ല. ഇതൊരു പ്രോസസ്സിംഗ് ആണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായ വ്യായാമങ്ങൾ ചെയ്ത് ആ പേശികളെ നമ്മൾ ഉത്തേജിപ്പിച്ചെടുക്കും. അതുപോലെ തന്നെയാണ് ഒരു സ്ട്രോക്ക് രോഗിക്ക് നമ്മൾ ചെയ്യുന്നത്. സ്ട്രോക്ക് രോഗികളുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഇവർക്ക് ശരിയായ രീതിയിലുള്ള കൈകളുടെ ചലനങ്ങൾ ലഭിക്കാതെയാകുന്ന സാഹചര്യം നമ്മൾ രോഗിയെ തുടക്കം മുതലേ പരിചരിച്ച് മാറ്റിയെടുക്കാവുന്നൊരു കാര്യമാണ്. ഉദാഹരണത്തിന് വലതുവശത്താണ് രോഗിക്ക് സ്ട്രോക്ക് സംഭവിച്ചത് എങ്കിൽ കൈകളുടെ ഇടതുവശത്തായിരിക്കും അവർക്ക് കൈകളുടെ ചലനങ്ങൾ നഷ്ടപ്പെടുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി തുടർച്ചയായിട്ടുള്ള ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ ആവശ്യമാണ്. ചില വ്യക്തികളിലുണ്ടാകുന്ന അഫേസിയ, അത് ഗ്ലോബൽ അഫേസിയ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന സംസാരത്തിലെ ക്ലാരിറ്റി കുറവായിരിക്കാം. ചില വ്യക്തികളിൽ ഒട്ടും തന്നെ സംസാരം ഉണ്ടാവാൻ സാധ്യതയില്ല. മുഖത്തിനുണ്ടാകുന്ന കോടലുകൾ, ഇതെല്ലാം ആദ്യഘട്ടത്തിൽ ഒരു സ്ട്രോക്ക് വന്ന രോഗി അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇത്ര ദീർഘിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇതൊന്നും നമ്മൾ ഒരു വാക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് വളരെ ഒരു വൈഡായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അനേകം രോഗികൾക്കാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് പുത്തൻ കുതിപ്പാണ് ഫിസിയോതെറാപ്പി മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫിസിയോതെറാപ്പി ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഞാനും എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രീമിയർ ഹെൽത്ത് കെയർ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ സ്ഥാപകനായ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ഫിസിയോതെറാപ്പി ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. അനേകം രോഗികൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ എനിക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അനേകം രോഗികൾക്ക് ആശ്വാസമാകാൻ സാധിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്.
ലോക ഫിസിയോതെറാപ്പി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.